ഗൈസ്, ഫസ്റ്റത്തെ നമ്മളെ ചാനലത്തെ വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ വിജേഷ് കുട്ടൻ്റെ ഫ്ലാറ്റിലാണ് ഇന്ന്. നമ്മളിവിടെ സാറ്റർഡേ ആയതുകൊണ്ട് നമ്മളിവിടെ കൂടാന്ന് വിചാരിക്കുന്നത്. പപ്പായ ജ്യൂസ് ഉണ്ടാക്കുന്നു, പിന്നെ ചിക്കൻ വാങ്ങിയിട്ടുണ്ട്, ഗീ റൈസും ഉണ്ടാക്കാനുള്ള പ്ലാനാണ്. പോതാ ശ്രീകുട്ടൻ ജ്യൂസ് ഉണ്ടാക്കാൻ പോകുന്നുണ്ട്. കാര്യമായിട്ട് ഫ്രിഡ്ജിലൊന്നുമില്ല. അപ്പോൾ ജ്യൂസ് ഇപ്പോൾ എത്ര പെട്ടെന്ന് റെഡി ആവുമെന്ന് വിചാരിക്കുന്നു. പാല് വേണം. ഓക്കെ, ഫ്രിഡ്ജിൽ നിന്ന് പാല് വേണമെന്ന് പറയുന്നുണ്ട്. ഒന്ന് പാലും കൂടെ എടുക്കാം. ഓക്കെ, അലിൻ ഫാമിൻ്റെ പാലാണ്, ഫ്രഷ് മിൽക്ക്. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ ജ്യൂസ് ഇന്ന് റെഡി ആയിരിക്കുകയാണ്. എന്താ പപ്പായ ഷേക്ക്. കടയിൽ പോലെ ഇത്ര നല്ല ജ്യൂസ് കിട്ടുക. പിന്നെ ഇവിടെ മിഥുൻ മധു ചിക്കൻ വാഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഞങ്ങളുടെ വിജേഷ് കുട്ടൻ്റെ കിച്ചൺ. അതിമനോഹരമായിട്ട് സൂക്ഷിക്കുകയാണ് വിജേഷ് കുട്ടൻ്റെ കിച്ചൺ. ചിക്കൻ കറി നമ്മൾ ഏത് പാത്രത്തിൽ ഉണ്ടാക്കുന്നത്? ഇത് മതിയോ? ഗൈസ്, നമുക്കിവിടെ ചട്ടി ഇരിപ്പുണ്ട്. ചട്ടിയിലാവാം. അയ്യോ, പ്രശ്നമാണ്. അപ്പൊ നമുക്ക് ചട്ടിയിൽ ഉണ്ടാക്കാം ചിക്കൻ കറി വിത്ത് ചട്ടി. കുറച്ചൊരു 5 മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കണം. മസാല സെറ്റാണ്. സ്പെഷ്യൽ മസാലയാണ്, സ്പെഷ്യൽ. നമ്മൾ കുറച്ച് വെജിറ്റബിൾസിൽ വെച്ച് കട്ട് ചെയ്ത് കറിക്കുള്ള മസാല പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ഗരം മസാല എന്തെങ്കിലും അത് ഗരം മസാല അല്ല. അപ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഇത് ഗരം മസാല ആണോ വേറെ എന്തെങ്കിലും മസാല ആണോ? ഇത് ഗരം മസാലയാണ്. അതാണ് ബ്രോ. കുറച്ച് എൻ്റെ മോനെ 2 സ്പൂൺ ഇട്ടാ. മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി പിടിക്കുന്നു ഗൈസ്. ഇങ്ങനെ ഇട്ടില്ല. ഇത് 2 സ്പൂൺ എന്ന് പറഞ്ഞാൽ നീ ഇങ്ങനെ വാരിയിട്ടില്ല. പെപ്പറുണ്ടോ? ഉലുവ വേണ്ട. ജീരകം കുറച്ച്. ജീരകം അപ്പുറത്തില്ല. സ്പെഷ്യൽ മസാല ആണ് കറിക്കില്ല. കോട്ടിക്കുളം സ്പെഷ്യൽ.
ഞങ്ങൾ തക്കാളി ഇടാൻ പോകുന്നുണ്ട്. മസാല റെഡി ആയിരിക്കുന്നു. പേടിടാ ചിക്കൻ ഇടാൻ പോവാണ്. നല്ല വറുത്തരച്ച ചിക്കൻ കറി ഏതാനും നിമിഷങ്ങളിൽ റെഡിയാവുന്നതായിരിക്കും. കാണാനുണ്ട്. കോഴിക്കോട് റെസ്റ്റോറൻറ്റിൽ കോഴിക്കോട് സ്റ്റാറിലൊക്കെ എത്ര നല്ലതാണ്. ഇതേ പുട്ടിൽ ഇങ്ങനെ തരില്ല, ഇതേ ചട്ടിയിൽ തരില്ല. ഞാനല്ലേ വെച്ചെടുക്കാൻ പോലും. കറി തിളക്കാൻ വെച്ചിരിക്കുന്നു. ഇപ്പുറം ശ്രീ ഈ റൈസിൽ അരി കഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട്. അരിൻ്റെ വെള്ളം കളഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഗൈസ്. കറി ഇതാ തളിച്ചുകൊണ്ടിരിക്കുന്നു ഗൈസ്. കറി ഇരിക്കുന്നുണ്ട്. ഇതാ ഗീ റൈസിൻ്റെ പ്രിപ്പറേഷനാണ്. ആരംഭിച്ചിരിക്കുന്നു ഗൈസ്. ഈവനിങ് വ്യൂ. കാത്തിരുന്നത് നമ്മുടെ കൂട്ടുകാരൻ ആയ വിജേഷ് കുമാർ ഇതാ ഇപ്പോൾ ഡ്യൂട്ടിയും കഴിഞ്ഞ് വന്നിരിക്കുന്നു. ഇതാ വളമ്പുന്നുണ്ട് ശ്രീകുട്ടൻ. എങ്ങനെയുണ്ട് ശ്രീകുട്ട ഫുഡ്? സൂപ്പറാ. വിജേഷ് എങ്ങനെയുണ്ടാ ഫുഡ്? അപ്പോൾ ഗൈസ് നമ്മളെ ഫുഡ് അടിയെല്ലാം കഴിഞ്ഞു. നല്ല ടയർഡായി. ഇനി ഒരു ഉറക്കം. അപ്പോൾ ബൈ.